ഹലോ, എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് പെരുന്നാളൊക്കെ വരികയല്ലേ. അപ്പോൾ ഇന്നെന്താ റെസിപ്പി ഇടുകയെന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് ബിരിയാണി ആയിക്കോട്ടെ എന്ന് വെച്ചു, മട്ടൻ ബിരിയാണി. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 4 സവാള എടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്ത മട്ടൻ കുക്കറിലോട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതൊന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലോട്ട് നമുക്ക് റൈസ് വേവിക്കാൻ വയ്ക്കാം. റൈസ് പിന്നെ സവാളയൊന്നും ഞാൻ ഇടുന്നില്ല, റൈസിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അത് വേവിക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് ഇറച്ചി വെന്തിട്ടുണ്ട്. നമ്മൾ കുക്കറിലോട്ട് വെച്ച ഇറച്ചി വെന്തിട്ടുണ്ട്. അത് എടുത്ത് നമുക്ക് അതിൻ്റെ സ്റ്റോക്ക് നമുക്ക് അത്യാവശ്യമാണ് ബിരിയാണി വെക്കാം. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മാറ്റി വെക്കാം. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് കുക്കർ അടുപ്പത്തോട്ട് വെച്ചതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ അല്ല ഒഴിക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിക്കാം നിങ്ങൾക്ക്. അത് കഴിഞ്ഞതിന് ശേഷം 6 പച്ചമുളക് ഇടുന്നുണ്ട്, സവാള ഇടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നല്ല മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കാം, പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമുക്കിതൊക്കെ കുറച്ചിട്ടാൽ മതി കേട്ടോ, കാരണം ഒത്തിരി അങ്ങ് ആകുമ്പോഴത്തേനും പാടായിരിക്കും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ മട്ടൻ എടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് പുരട്ടിയെടുത്തതിന് ശേഷം കുറച്ച് തൈര്, ഒരു സ്പൂണ് തൈരാട്ടോ ഒഴിക്കുന്നത്. അത് ഒഴിച്ചതിന് ശേഷം ചോറിൽ ഞാൻ കുറച്ച് കളറ് ഒഴിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പം ഇത്തിരി ഒരു ഭംഗിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒഴിച്ചതാണ് ഞാൻ. പിന്നെ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ദമ്മാക്കാൻ വേണ്ടി നമുക്ക് വെക്കാം. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് മല്ലിയില തൂകുന്നുണ്ട് അതിൻ്റെ മണ്ടയിലോട്ട്. ചോറും ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഈ കല്യാണ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചോറാണ്. പിന്നെ നമുക്ക് ഒഴിക്കേണ്ട സ്റ്റോക്കാണ്, നമ്മൾ നേരത്തെ മാറ്റി വെച്ച് സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതൊന്ന് ചെറിയ സിമ്മിലിട്ടൊന്ന് ഒരു 10 മിനിറ്റോളം നമുക്കതൊന്ന് സിമ്മിലോട്ടിട്ട് കൊടുക്കാം. കാരണം ആ ഒരു നമ്മളിട്ട ആ ചോറും ഇതും എല്ലാം കൂടി ഒന്ന് ദമ്മായി വരാൻ വേണ്ടിയിട്ടാണ്, നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മളെ ചോറ് അടിപൊളിയായിട്ടുള്ള നമ്മളെ മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പക്ഷേ സത്യം പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു കല്യാണ വീട്ടിൽ വെക്കുന്ന ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.